ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇതൊരു വിഷു വ്ളോഗാണ്. അപ്പം കണിയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കി പൂജാമുറിയിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന് കണി കണ്ടിട്ട് നേരെ പോയി കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം വിളിച്ചത് അമ്മയാണ്. അമ്മ തലേ ദിവസം തന്നെ എത്തിയായിരുന്നു കേട്ടോ, വന്ദേ ഭാരതിലെത്തി തലേ ദിവസം. അപ്പം അമ്മയെ രാവിലെ വിളിച്ച് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ, ഇരുത്തി കിണ്ടിയിലുള്ള അതിനകത്ത് വെള്ളത്തിനകത്ത് ഞാൻ മുല്ലപ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കണ്ണ് ഒന്ന് തൊട്ട് നനച്ചിട്ട് കണി കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് നന്ദുവിനെ കൊണ്ടുവന്ന് കണി കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞിട്ട് പിന്നെ മുരളിയേട്ടനെ നല്ല ഉറക്കപ്പിച്ചില്ല. അതുകൊണ്ട് മുരളിയേട്ടനെ ലാസ്റ്റ് വിളിച്ചു. മുരളിയേട്ടൻ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം വയ്യ, മുരളിയേട്ടൻ്റെ കൈയും നടുവൊക്കെ വേദനയാണ്. മുരളിയേട്ടനെ വിളിച്ചുകൊണ്ട് കാണിച്ചു. എല്ലാവരുടെയും കണ്ണിൽ ഞാൻ പൂവിലിങ്ങനെ കണ്ണ് നനച്ചു കൊടുത്തു, ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ഉറക്കപ്പിച്ചിട്ട് കാണത്തില്ല. പക്ഷെ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കുറേ വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കിയത്. രാവിലെ 3 മണിയായപ്പോൾ എഴുന്നേറ്റ്. ഞാൻ ശരിക്കും രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കണി ഫോണായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആക്ച്വലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് മൊബൈൽ നോക്കുമായിരുന്നു എത്ര മണിയായി. ഞാൻ അലാറം വെച്ചിരുന്നത് 4 മണിക്കാണ്. ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് 4:50-ക്കാണ് ക്ലാസ്. ഡെയിലി 4 മണിക്ക് എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചിട്ടാണ് കുളിച്ച് വിളക്ക് കത്തിച്ചിട്ടാണ് ഞാൻ മെഡിറ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സാണ്. 4:50 to 5:50 ഏകദേശം 1 hour ആയിരിക്കും ക്ലാസ്. അപ്പോൾ ഡെയിലി 4 മണിക്ക് എഴുന്നേൽക്കുന്നത്. പക്ഷെ എന്തോ വിഷുവിൻ്റെ അന്ന് എനിക്കെന്തോ ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കുനിയൊന്നും വേണ്ട, നടുവേദനയാണ്. കുനിയണ്ട നന്നായിരിക്കും മക്കളെ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വിഷു ഔട്ട്ഫിറ്റ്. അപ്പം ഞങ്ങളിപ്പം ചേച്ചിയുടെ അടുത്തോട്ട് പോവാണ്. അവിടെ വെച്ചിട്ടാണ് ഇന്ന് വിഷു ആഘോഷിക്കുന്നത്. മുരളിയുടെ തന്നെ റീസൺ പറഞ്ഞു. ഇപ്രാവശ്യം വീട്ടില് കളമശ്ശേരിയിലെ വീട്ടിൽ ചെറിയ റിനോവേഷൻ വർക്ക്, അതായത് ചെറിയ ലീക്ക് പ്രൂഫും പെയിന്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം ചേച്ചിയുടെ അടുത്ത് എല്ലാവരും കൂടാന്ന് വിചാരിച്ചു. കാര്യം അച്ഛനും അമ്മയും അവിടെയാണ്. അതുകൊണ്ട് ചേച്ചിയുടെ അടുത്തോട്ട്. മുരളിയുടെ കുറെ നാളെ ക്യാമറ സംസാരിക്കുന്നതോടെ ക്യാമറ ഫിയർ വരുന്നു. ഇല്ലില്ല, ക്യാമറ ഫിയർ അല്ല. എനിക്ക് രാവിലെ ഉറക്കം ശരിയാകത്തുണ്ടേ, ഒരു ഉന്മേഷം വന്നിട്ടില്ല, അതാണ്. മുരളിയുടെ മേത്ത് നിങ്ങൾ രാവിലെ കണ്ടെങ്കിൽ പേടിക്കരുത് കേട്ടോ. ഷർട്ട് ഇടാതെ കണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നോണ്ടാണ് മേത്ത് കുറെ ഇങ്ങനെ പാടുകൾ പോലെ കേട്ടോ. അപ്പം അത് കണ്ടവരെന്താന്ന് എൻ്റെ അടുത്ത് കമന്റിൽ ചോദിക്കരുത്. അതുകൊണ്ടാ. അമ്മയും കൂടെ വാ. അപ്പോ എല്ലാരും വിഷു 11:45 സമയം. അപ്പം നമ്മൾ അതിൽ ലേറ്റ് ആവാതെ പോകുന്നു. ഗസ്റ്റ് വന്നിട്ടുണ്ട്. എന്റെ വകയായിട്ട്, എല്ലാവരുടെയും വകയായിട്ട് ഹാപ്പി വിഷു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും ഒരു തമിഴിയൻസിന് ന്യൂ ഇയർ ആണല്ലോ. എല്ലാവർക്കും ന്യൂ ഇയർ അല്ലേ? നമുക്ക് ന്യൂ ഇയർ അല്ലല്ലോ, ന്യൂ മന്ത് അല്ലോ. എല്ലാവർക്കും ന്യൂ ഇയർ ആൻഡ് ഒരു സമ്പൽ സമൃദ്ധിയോടുകൂടിയുള്ള ഒരു വർഷം ആശംസിക്കുന്നു. ഓക്കെ,
ഓണം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണെന്ന് തോന്നുന്നു അല്ലേ വിഷു. ശരിക്കും വിഷുവിൻ്റെ തലേദിവസം കണി ഒരുക്കുക, മിക്കവരും വീട്ടമ്മമാരായിരിക്കും കണി ഒരുക്കുന്ന, ആരും കാണാതെ രാത്രിയിൽ കണിയൊക്കെ ഒരുക്കി രാവിലെ എഴുന്നേറ്റ് കണി കണ്ടിട്ട്, വീട്ടമ്മ ആയിരിക്കും എഴുന്നേറ്റ് കണി കാണുക, എന്നിട്ട് എല്ലാവരെയും വിളിച്ചുണർത്തി കണി കാണിക്കുക, പിന്നെ വിഷുക്കൈ നീട്ടം കൊടുക്കുക. അതാണ് അതിലത് രസമുള്ള ഒരു ചടങ്ങല്ലേ, വിഷുക്കൈ നീട്ടം കൊടുക്കുക, വിഷുക്കൈ നീട്ടം മേടിക്കുക. വീട്ടിലെ മൂത്ത ആൾക്കാർ വിഷുക്കൈ നീട്ടം കൊടുക്കുക, ബാക്കിയുള്ള വിഷുക്കൈ നീട്ടം മേടിക്കുക. ഞങ്ങൾ എപ്പോഴും വിഷുക്കൈ നീട്ടം മേടിക്കുന്ന കൂട്ടത്തിൽ നന്ദു മീനാക്ഷിയൊക്കെ ഉള്ളപ്പം വിഷുക്കൈ നീട്ടം കൊടുക്കും. ഇപ്പം ഞങ്ങൾ മേടിക്കലാണ് കൂടുതലും. പിന്നെ സദ്യ ഉണ്ണുക, എല്ലാവരും കൂടെ ചേർന്ന് സദ്യ ഉണ്ണുക, അതൊക്കെ ഒരു രസമാണല്ലേ. അപ്പം ഞാൻ പായസം ഉണ്ടാക്കിയതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോയി, ഇപ്രാവശ്യം ചേച്ചിയുടെ വീട്ടിലായിരുന്നു വിഷു. മുരളിയേട്ടൻ പറഞ്ഞല്ലോ, അങ്ങനെ നല്ല ഒരു സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ശരിക്കും വിഷുവിന് നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടെ കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമല്ല. അതാണ് നമുക്ക് സന്തോഷം. ഞങ്ങളുടെ ഒരു ചെറിയ വിഷു ആയിരുന്നു കേട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് വേറെ ആഘോഷങ്ങളൊന്നുമില്ല. പല സ്ഥലത്തും അത് പല രീതിയിലാണ്. നോർത്തേൺ കേരളയിലൊക്കെ അതിങ്ങനെ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിക്കലും അങ്ങനെ നല്ല ഭയങ്കര വിഷു കട്ട വെച്ച് അങ്ങനത്തെ കുറേ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് രസമാണല്ലേ. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് വേറെ ആഘോഷങ്ങളൊന്നുമില്ല, എന്നാലും ഒരു രസം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വിഷുവിൻ്റെ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. ഡ്രസ്സ് ചെയ്യുമ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ, അതൊരു മസ്റ്റായിട്ടുള്ള സംഭവമാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പം എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ബൈ.